ഹലോ. അപ്പോൾ ഇതാണ് വളവനാട് പുത്തൻകാവ് ദേവീ ക്ഷേത്രം. ഇത് ചേട്ടൻ്റെ നാട്ടിലെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉത്സവം കാണാനായിട്ട് വന്നതാണ്. ഇന്ന് ഇവിടെ ലാസ്റ്റ് ദിവസത്തെ ഉത്സവമാണേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ 2 ചേരുവാരമായിട്ടാണ് ഉത്സവം നടക്കുന്നത്. തെക്കേ ചേരുവാരവും വടക്കേ ചേരുവാരവും. അപ്പോൾ ഇന്ന് വടക്കേ ചേരുവാരത്തിൻ്റെ ഉത്സവമാണ് കേട്ടോ. ഇവിടെ ഭദ്രാദേവിയും ദുർഗാദേവിയുമാണുള്ളത്. അപ്പോൾ രണ്ടുപേരും 2 കോവിലിലായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 നടയിലും കയറി തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അകത്ത് ക്യാമറ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് മാത്രമാണ് ക്യാമറ കൊണ്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അലങ്കാരങ്ങളും ചുറ്റുവിളക്കും ഒക്കെ കാണാനായിട്ട്. ഈ ക്ഷേത്രത്തിലും കണിച്ചുളങ്ങര ക്ഷേത്രത്തിലെ പോലെ തന്നെ ചിക്കര കുട്ടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പലതരം പടയണികളും നടക്കാറുണ്ട്. കുരുത്തോല കയ്യിൽ വെച്ച് തുള്ളുന്ന കുരുത്തോല പടയണിയും ചൂട്ടുപയോഗിച്ച് ചൂട്ട് കത്തിച്ചുകൊണ്ട് തുള്ളുന്ന ചൂട്ടുപടയണിയും ഒക്കെ നടക്കുന്നത് ഈ അമ്പലത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ കൂത്ത് കാണാനും കൂടെ പോയി നിന്ന് കേട്ടോ. ഇതാണ് കൂത്തമ്പലം. കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങാണ് കൂത്തെന്ന് പറയുന്നത്. ഇത് കൂത്താടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അരിഷ്ടയൊക്കെ മാറാൻ വേണ്ടി അമ്പലങ്ങളിൽ നടക്കുന്ന ചടങ്ങാണ് കൂത്തെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മളിങ്ങനെ കൂത്താടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ 4 ദിശയിലേക്കും ഇങ്ങനെ പൊക്കിയെടുത്ത് കറക്കി അവരെ ഒന്ന് ഇങ്ങനെ തുള്ളിക്കും. ഇതിനാണ് കൂത്തെന്ന് പറയുന്നത് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസമേ. അപ്പോൾ ഇത് അമ്പലങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണല്ലോ. കുറച്ചു നേരം ഇതുമൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ. പിന്നെ ദീപാരാധനയുടെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ജനസാഗരമായിരുന്നു കേട്ടോ ആ അമ്പലം മുറ്റമൊക്കെ. ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ സമയത്താണ് നമ്മുടെ കോഴിയന്നം കുമ്പിടാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കോഴിയന്നം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ അമ്പലത്തിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു സവിശേഷതയാണ് കേട്ടോ ഇത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് വടക്കേ ചേരുവാരത്തിന്റെ ഉത്സവമല്ലേ, അതുകൊണ്ട് വടക്കേ തെരുവിൽ നിന്ന് കോഴിയന്നം വന്നിട്ട് നല്ല പടയണിയോടുകൂടിയാണ് കേട്ടോ കോഴിയന്നം വരുന്നത്. എന്നിട്ട് ക്ഷേത്രത്തിന്റെ നടയിൽ വന്ന് കുമ്പിടും. അതാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിത് പ്രദക്ഷിണം തുടങ്ങുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കോഴിയന്നം ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട്. കോഴിയന്നത്തിന് തൊട്ട് പിറകിലായിട്ട് ഒരു ചെറിയ അന്നം കൂടെ നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞന്നത്തെയും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കോഴിയന്നത്തിന്റെ തൊട്ട് പുറകെ തന്നെ ഇതും വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കോഴിയന്നം പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. ആൾക്കാരെല്ലാം അതിൻ്റെ ചുറ്റും കൂടി നിൽക്കുവാണ് കേട്ടോ. ഞങ്ങളും അതിൻ്റെ ചുറ്റും കയറി നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വടക്കേ ചേരുവാരത്തിലെ കാര്യസ്ഥന്മാരൊക്കെ കോഴിയന്നത്തിൻ്റെ പുറത്ത് ആ സൈഡിനായിട്ട് കയറി നിന്നിട്ട് അത് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് എന്തൊരു ബഹളമാണെന്നറിയോ? പടയണിയും മേളവും ഡാൻസും ഒക്കെ ആയിട്ട് ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ഈ പ്രദക്ഷിണം ഇങ്ങനെ പോയിട്ട് നമ്മുടെ ക്ഷേത്ര നടയിൽ വന്ന് കുമ്പിടും. ഇതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഒരു തുറന്ന സ്റ്റേജിൽ ഒരുപാട് ഗരുഡൻ പയറ്റ് കലാകാരന്മാർ നിന്ന് പയറ്റുന്ന രംഗമാണ് കേട്ടോ ഇത്. ഇതിന് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഈ പയറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഗാനമേള തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ഗരുഡൻ പയറ്റ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ മുഴുവൻ ഇത് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്ത് രസമാണ് കാണാനായിട്ടെന്നറിയോ? ഇതിനകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ 1-2 ഗരുഡൻ പയറ്റുകാരെയല്ലേ കാണാറുള്ളത്. ഇതിങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് കണ്ടപ്പോൾ എന്ത് ഭംഗിയായിരുന്നെന്നോ. അത് പയറ്റുന്ന ഒന്ന് കാണണം. എത്ര സമയമാണെന്നോ അവരവിടെ നിന്ന് പയറ്റിക്കൊണ്ടേയിരുന്നത്. അതും ഈ ചൂടുള്ള സമയത്തെ എന്ത് നല്ല പയറ്റായിരുന്നെന്നോ കാണാനായിട്ട്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മോക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മോക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടനൊരു കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ പോയി. അതിനുശേഷം ഗാനമേളയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗാനമേളയും കണ്ടു. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.